ഞാൻ പങ്കെടുത്ത എല്ലാ ചർച്ചകളിലും തോമസ് പങ്കെടുത്ത എല്ലാ MLA പങ്കെടുത്ത എല്ലാ ചർച്ചകളിലും കൃത്യമായി ഞങ്ങൾ പറഞ്ഞത് നടപടി ഉണ്ടാവും, തീർത്തും നടപടി ഉണ്ടാവും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു മുമ്പോട്ട്. ആവശ്യപ്പെട്ടൊരു കാര്യം തന്നെയാണ് അജിത് കുമാറിന്റെ സസ്പെൻഷൻ. ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? കഴിഞ്ഞ 2.5 വർഷക്കാലം ഈ കേസിൻ്റെ പുറകെ ഞാനും തോമസും നിയമപരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ 2.5 വർഷം അല്ലെങ്കിൽ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് വരെ, UDF ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് വരെ ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുമുള്ള നീതി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കോടതിയുടെ ഭാഗത്തുനിന്ന് മാത്രമായിരുന്നു ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെയാണ് കഴിഞ്ഞ 2 മാസം, വെറും 2 മാസം മാത്രമാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ പലപ്പോഴും ഞങ്ങളടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ റിപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അലംഭാവമാണോ എന്നൊക്കെ തരത്തിൽ ചോദിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും മാറി പറയുന്നുണ്ടായിരുന്നു, ഒരിക്കലുമല്ല, പ്രൊസീജിയേഴ്സ് കംപ്ലൈ ചെയ്യട്ടെ, പ്രൊസീജിയേഴ്സ് കംപ്ലൈ ചെയ്തിട്ട് മാത്രം നടപടി എടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിരുന്നത് ഞങ്ങളെ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ കേൾക്കാൻ തയ്യാറാവണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റാണ്. ആ റൈറ്റ് ഉൾപ്പെടെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട എല്ലാ നിയമപരമായി അദ്ദേഹത്തോട് ചെയ്യേണ്ട എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലൈ ചെയ്ത ശേഷം മാത്രമാണ് നടപടി എടുത്തിട്ടുള്ളത്. വളരെ സ്വീകാര്യമായ നടപടിയാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ പല ഘട്ടത്തിലും ഈ കേസ് അട്ടിമറിക്കാൻ SIT സംഘം അട്ടിമറിക്കുന്നടക്കമുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഉയർന്നിരുന്നു. ആ സമയത്തൊക്കെ ഇതേപോലെ അജിത് കുമാറിന് ശക്തമായ ശിക്ഷ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരിക്കലും SITയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ആരോപണമുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമായിരുന്നു SITയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാര്യം നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ, നമ്മൾ അവരുടെ അടുത്ത് ഞങ്ങൾ മൊഴി രേഖപ്പെടുത്താൻ ചെല്ലുമ്പോൾ ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ 2.5 വർഷക്കാലം അനുഭവിച്ചിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള ഇടപെടലുകളായിരുന്നു SITയുടെ ഭാഗത്തുനിന്നാണെങ്കിലും. അതിനുശേഷം പല വിഷയങ്ങളിലും ഞങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു എന്നുള്ളത്. ആ വിഷയത്തിൽ അങ്ങനൊരു ആരോപണമുള്ളതായിട്ട് എനിക്കറിയില്ല. ആരോപണം പറയുന്നത് ഈ നടപടി എടുക്കുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തെ പറ്റിയായിരുന്നു ചോദിച്ചത്. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത്, ഞാൻ പങ്കെടുത്ത എല്ലാ ചർച്ചകളിലും തോമസ് പങ്കെടുത്ത എല്ലാ MLA പങ്കെടുത്ത എല്ലാ ചർച്ചകളിലും കൃത്യമായി ഞങ്ങൾ പറഞ്ഞിരുന്നത് നടപടി ഉണ്ടാവും, തീർത്തും നടപടി ഉണ്ടാവും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു മുമ്പോട്ട്. നടപടി എടുക്കാൻ വേണ്ടിയാണല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന നടപടി എടുക്കണം, കുറ്റക്കാർക്കെതിരെ ശിക്ഷ നടപടി ചാർജ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണല്ലോ SIT രൂപീകരിച്ചത്. ഗവൺമെന്റ് ആദ്യത്തെ തീരുമാനമാണ്, ഈ ഗവൺമെന്റ് വന്ന ശേഷമുള്ള ആദ്യത്തെ തീരുമാനം. അതിനൊരു എന്താ പറയുക, ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടായെന്നുള്ളതാണ്. അതന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏറ്റവും ആദ്യത്തെ തീരുമാനം തന്നെയായിരുന്നു ആലപ്പുഴ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു SIT സംഘം രൂപീകരിച്ചു. അന്നുണ്ടായ ആ ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ടോ? കാരണം ഇനിയുള്ള പല വിഷയങ്ങളിലും ഇത്തരത്തിൽ പല രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട പല കേസുകളും ഇനി വേണമെന്നൊരാവശ്യമൊക്കെ പല യുവജന സംഘടനകളൊക്കെ ഉയർത്തുന്നു. തീർച്ചയായും ഈ പറയുന്ന നവകേരള സദസ്സുമായി ആലപ്പുഴയിൽ വെച്ചുണ്ടായ ഒരൊറ്റ വിഷയം മാത്രമല്ല കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. നിരവധിയായ വിഷയങ്ങളുണ്ട്, നിരവധിയായ പോലീസ് ആക്രമണം നടന്നിട്ടുണ്ട്. ഈ വിഷയങ്ങൾക്കെല്ലാം നടപടി ഉണ്ടാവേണ്ടതും അന്വേഷിക്കുകയും ചെയ്യേണ്ടതൊക്കെ തന്നെയാണ്. അതെല്ലാം എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഓൺ പ്രോഗ്രസ്സിലാണ്. എല്ലാ കേസുകളും അന്വേഷിക്കാനുള്ള കാര്യങ്ങളിലൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട്. പലരും പരാതികളുമായി വരുന്നുമുണ്ട്. അതോടൊപ്പം ഇതൊരു നടപടിയാണ് എന്ന് വെച്ചാൽ ADGP റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുന്നത് ഒരു സന്ദേശമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ളത് എന്താണ്? DYSP റാങ്ക് അല്ലെങ്കിൽ DYSP റാങ്കിന് താഴത്തോട്ടുള്ള ആൾക്കാർക്കെതിരെ, ഈ കേസിൻ്റെ ചാർജ് കൊടുത്തിട്ടുള്ള ആൾക്കാർക്കെതിരെ മാത്രം നടപടി എടുക്കുന്നൊരു രീതികളാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. അത് നിർദ്ദേശം കൊടുത്ത ആൾ സംരക്ഷിക്കപ്പെടുകയും ഈ താഴെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ മാത്രം ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്നൊരു നടപടിയാണ്. ഇതൊരു പ്രസിഡന്റ് ആവണം. ഞങ്ങളുടെ ആവശ്യം അതായിരുന്നു. ഇതൊരു മുൻകാലത്ത് അത് നടന്നിട്ടുണ്ടല്ലോ എന്ന് പറയത്തക്ക വിധത്തിൽ വേണം ഈ കേസ് അന്വേഷിക്കപ്പെടാൻ, അല്ലെങ്കിൽ ഇതിന് നടപടി ഉണ്ടാവാൻ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. അതിൽ പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് എന്നുള്ളത്. അപ്പം എന്തായാലും പ്രതിപക്ഷ സ്ഥാനത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഉന്നയിച്ച ആരോപണം ഇപ്പോൾ അതിൻ്റെ സത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു നമുക്ക് പറയാല്ലേ? തീർച്ചയായും ഈ പറയുന്ന MR അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഇത്തരത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനെ സംരക്ഷിക്കാൻ ശ്രമിച്ചത്? അതോ അദ്ദേഹത്തിന് ആരുടെയും പ്രീതി വാങ്ങപ്പെടാൻ വേണ്ടിയിട്ടാണോ? ഇതൊക്കെ അന്വേഷണം, അതെല്ലാം അന്വേഷണവിധമായിട്ടുമുണ്ട്.